നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ആഗസ്റ്റ് 11, 12 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 11 വെളുപ്പിന് 4:43 AM മുതൽ ആഗസ്റ്റ് 13 രാവിലെ 6:06 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഒന്നാമതായിട്ട് 12-ാം തീയതി കർക്കിടകവാവാണ്. ഒക്കെ എല്ലാവരും നിർബന്ധമായിട്ടും പൂർവികർക്ക് വേണ്ടി ബലി ഇടുക. കർക്കിടകവാവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കുക. അതിനകത്തെല്ലാം ഉചിതമായിട്ടുള്ള സമയ മുഹൂർത്തങ്ങളെല്ലാം പറയുന്നുണ്ട്. ബലിയിടാൻ മുഹൂർത്തമൊന്നും നോക്കണ്ട, എന്നാൽ തന്നെയും അതിൽ തന്നെ ഏറ്റവും നല്ല സമയങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും എല്ലാവരും ബലിയിടുക. ഓക്കെ. പിന്നെ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ കർക്കിടകത്തിൽ സ്വക്ഷേത്രത്തിൽ വരുന്നു. അതുകൂടാതെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അത്യധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും നമ്മൾ ബലിയിടുന്നതിനാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നമുക്ക്. പണമൊക്കെ സൈഡിൽ കൂടെ വരുന്നെങ്കിൽ വാങ്ങിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് 12-ാം തീയതി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിർബന്ധമായിട്ടും ബലിയിടുക. അപ്പോൾ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു ഈ ദിവസങ്ങളിൽ. അപ്പോൾ 12 രാശിക്കാർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. ഏകദേശം 3 രാശിക്കാർക്കാണ് അത്യധികം ഗുണാധിക്യം ഞങ്ങൾ പറയുന്നത് ഈ ഗജകേസരി യോഗമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അതൊക്കെ ഓരോ ഇത് പറയുമ്പോൾ പറഞ്ഞോളാം. ഓക്കെ, ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 11-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 12-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഓക്കെ, ബ്രഹ്മമുഹൂർത്തം പറയാം. 11-12 തീയതികളിൽ രാവിലെ 4:42 AM മുതൽ 5:30 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 11-12 തീയതികളിൽ. 11-ാം തീയതി അഭിജിത് മുഹൂർത്തം 12:02 PM മുതൽ ഉച്ചയ്ക്ക് 12:51 PM വരെയാണ്. 11-ാം തീയതി അഭിജിത് മുഹൂർത്തം. 12-ാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല. ഓക്കെ, അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപങ്ങൾക്കും സമയം കണ്ടെത്തുക. രാഹുകാലം പറയാം. 11-ാം തീയതി ഉച്ചയ്ക്ക് 3:31 PM മുതൽ 5:04 PM വരെയാണ്. 11-ാം തീയതി ചൊവ്വാഴ്ച രാഹുകാലം. 12-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 12:27 PM മുതൽ ഉച്ചയ്ക്ക് 1:59 PM വരെയാണ് രാഹുകാലം. 12-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ. 11/8/2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 8, 9, 0, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 12/8/2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 3, 2, 1, 8, 9, 6 എന്നീ നമ്പറുകളും ഭാഗ്യ നമ്പറുകളാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുള്ള രാശിക്കാരെക്കുറിച്ചും ഭാഗ്യ നമ്പറുകളെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലോട്ടറിയിൽ ഭാഗ്യം കിട്ടുന്ന രാശിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് പ്രതികൂലം. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പൻ, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവിടെ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ട്.
മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഒരു ഗ്രഹവും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടില്ല. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. സൂര്യൻ അനുകൂലമാണ് 3-ാം ഭാവത്തിൽ. തൊഴിൽപരമായിട്ടുള്ള വിജയം, പിതൃഗുണം, സന്താന നേട്ടം. ശനി അനുകൂലമാണ് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. എല്ലാ കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. സർവകാര്യ വിജയം. സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ചൊവ്വാഴ്ച മുരുകന് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാട് നടത്തുക. ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ധനസ്ഥാനത്ത് 4 ഗ്രഹങ്ങൾ വരുന്നു. അതിൽ തന്നെ ചന്ദ്രനും വ്യാഴവും കൂടി ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. ധനവരവുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി, പുണർതം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അത്ര നല്ല ദിവസങ്ങളല്ല. 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സൂര്യൻ, ബുധൻ, വ്യാഴം, സർപ്പം, ചൊവ്വ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപകട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഞായറാഴ്ച ഇവർ ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അവരുടെ 12-ാം ഭാവത്തിൽ, അതായത് വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 4 ഗ്രഹങ്ങൾ യോഗം ചെയ്യുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു കാരണവശാലും പുതിയ സംരംഭങ്ങൾ ഈ ദിവസം തുടങ്ങരുത്. അതുപോലെ തന്നെ അത് വീട് പണിയായാലും വീടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണികളുമെല്ലാം മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു കാരണവശാലും ചെയ്യരുത്. അതുപോലെ കഴിവതും സാമ്പത്തിക ഇടപാടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. അപകട സാധ്യതയുണ്ട്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. നമ്മൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചൊവ്വയും ശുക്രനും അനുകൂലമാണ്. എങ്കിലും ഭൂമി ക്രയവിക്രയങ്ങൾക്ക് സാധ്യത ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ധനപരമൊക്കെ ഉണ്ടാവേണ്ടതാണ്. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം, ഒരു പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് ഒക്കെ അനുഭവപ്പെടാം. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും മാറ്റിവെക്കുക. ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള, അല്പം കൂടുതൽ ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയിലൊക്കെ ഫോക്കസ് ചെയ്ത് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക. ഈ ദോഷാധിക്യം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് പ്രതികൂലം.
ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മുടെ ഗജകേസരി യോഗം ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. അസാമാന്യമായ ധനവരവ്, ശാരീരിക മാനസിക സൗഖ്യം, രോഗങ്ങൾ ശമിക്കും, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്, പിതൃസ്വത്ത് ലഭിക്കാം, പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ ഭാഗ്യം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ ശോഭിക്കും, നിയമപരമായ കാര്യങ്ങൾ അതിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും, വാഹന ലാഭം, യാത്രകൾക്ക് നല്ല ദിവസങ്ങളാണെങ്കിൽ കാലാവസ്ഥ അത്ര നല്ലതല്ല. ഓക്കെ, തീർത്ഥയാത്രകൾ അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കൊക്കെ വഴിയൊരുങ്ങും. എങ്കിലും കാലാവസ്ഥ നല്ലതല്ല. ഓക്കെ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം. പൊതുവെ കന്യരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയാണ് കാണുന്നത്. കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ചെയ്യുന്നു. ചന്ദ്രൻ, ബുധൻ, സൂര്യൻ, വ്യാഴം ഇവ നിങ്ങളുടെ 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ഔന്നത്യം വളരെയധികം ലഭിക്കും. തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം, സർവ്വവിധ സൗഭാഗ്യം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. സർവകാര്യ വിജയം, അതായത് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നൽകുന്നു. 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്, ശുക്രൻ ഉൾപ്പെടെ. അപ്പോൾ പ്രതികൂലമായിട്ട് യാതൊരു ഗ്രഹവുമില്ല. ഓക്കെ, ഈ ദിവസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഭാവത്തിലാണ് ഗജകേസരി യോഗം വരുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, കർക്കിടകവാവിന് നിങ്ങൾ ബലിയിട്ടേ ഒക്കത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ കർമ്മം. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിങ്ങമാസത്തിൽ മുഴുവൻ അത്യധികം ഗുണാധിക്യമുള്ള മാസമാണ്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി അത് കാണാൻ ശ്രമിക്കുക. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. മൊത്തത്തിൽ ഗുണാധിക്യം പറയാം. ശുക്രനും വ്യാഴവും അനുകൂലമാണ്. വ്യാഴം 9ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും, ഭൗതിക സുഖങ്ങൾ. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അല്പം ദോഷാധിക്യമാണ് കാണുന്നത്. അഷ്ടമത്തിൽ സൂര്യൻ, ബുധൻ, വ്യാഴം, ചന്ദ്രൻ ഇവ നിൽക്കുന്നു, പ്രതികൂലമാണ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ധനുരാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവരുടെ 7ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം, ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും, ദാമ്പത്യ ജീവിതം സുഖകരമാവും, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും,
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും, നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. ശനി അനുകൂലമാണ്. അപ്പോൾ സർവകാര്യ വിജയം, പ്രത്യേകിച്ച് സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. ഇവർക്ക് സൂര്യൻ, ബുധൻ, ശിഖി ഇവ പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക, വെള്ളിയാഴ്ച ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് അല്ലെങ്കിൽ ദേവിക്ക് വഴിപാട് നടത്തുക. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം ശനി, വ്യാഴം, സർപ്പം, ശിഖി ഇവ പ്രതികൂലമായിട്ട് തുടരുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. പക്ഷേ എല്ലാറ്റിനും ഒരു തടസ്സം, കാലതാമസം, പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തിരട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനി, ചൊവ്വ, സർപ്പം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവാം, മാനസിക സംഘർഷം ഉണ്ടാവാം. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശിവനും അയ്യപ്പനും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴം ഇവർക്ക് 5ാം ഭാവത്തിലാണ്. 5ാം ഭാവത്തിൽ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ പ്രണയ സാഫല്യം, വിവാഹം കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം, ദാമ്പത്യ സുഖം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.